الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ അള്ളാഹുവിനെ ഓർത്ത് കരയാൻ, അവന്റെ പരലോകത്തിനെ ഓർത്ത് കണ്ണ് നിറയാൻ, ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വിശ്വാസികൾക്ക് കിട്ടുന്ന നേട്ടങ്ങളും നരകമോചനങ്ങളും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. പൂർവികരായ പൂർവ്വസൂരികൾ, ഖുലഫാ ഉർ റാഷിദുകൾ, അവർ അല്ലാഹുവിനെ കുറിച്ചും അവന്റെ അദാബിനെ കുറിച്ചും ഓർത്ത് അവരുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിലേറെ ശ്രദ്ധേയമായൊരു പാഠമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുപോയ ചില സന്ദർഭങ്ങളെ. ഒരു ഗ്രന്ഥം പോലും അതിലൂടെ രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സന്ദർഭങ്ങളെ ഒന്ന് പഠിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ പല മേഖലകളിലും അതിനെ താരതമ്യം ചെയ്യാനും, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ സ്വർഗത്തിൽ ആദ്യമായി കടന്നു വരുന്നത് അല്ലാഹുവിന്റെ ഹബീബാണ്. സ്വർഗീയ കവാടത്തിൽ ആദ്യമായി വന്നു നിൽക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ അള്ളാഹു കൊട്ടാരം പണിത് കാത്തിരിക്കുന്നത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എല്ലാം കൊണ്ടും ഉറപ്പുള്ള സിറാത്ത് പാലത്തിലൂടെ മിന്നൽ പിണർ പോലെ ഏറ്റവും വേഗതയിൽ ആദ്യമായി കടന്ന് രക്ഷപ്പെടുന്നതും അള്ളാഹുവിന്റെ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ അനുഗ്രഹങ്ങളും ഷഫാഅത്ത് നടത്താനുള്ള അനുവാദം അള്ളാഹിന്റെ ഹബീബിന് അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. ഹൗദുൽ കൗസർ എന്ന് പറയുന്ന സുന്ദരമായ പാനീയം അത് മുക്കിക്കൊടുക്കാൻ അതിനൊരു നേതാവായി അള്ളാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. ദുനിയാവിൽ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും മനസ്സ് വേദനിക്കുമ്പോൾ അർശിന്റെ മേഖലയിൽ നിന്ന് അല്ലാഹു തആല അതിനുത്തരം കൊടുത്തിട്ടുണ്ട്.
പല സന്ദർഭങ്ങളിലും അള്ളാഹു ഇടപെട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും അള്ളാന്റെ പ്രവാചകൻ വല്ലാതെ വേദനിച്ചു പോയ, കരഞ്ഞു പോയ ചില നിമിഷങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെ രക്ഷപ്പെടുമോ എന്നുള്ളതിൽ യാതൊരു ഉറപ്പും നമുക്ക് കിട്ടില്ല. ചെയ്ത അമലുകൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന് പറയാൻ ഒരു ഉറപ്പ് നമ്മളുടെ പക്കലില്ല. പക്ഷെ നമ്മൾ വളരെ ആ മേഖലയിൽ സ്വതന്ത്രരായി വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞ വലിയൊരു സന്ദർഭം അവിടെ നിന്ന് പഠിപ്പിക്കപ്പെടുന്നത് മുത്തനബിയുടെ നിസ്കാരങ്ങളാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹിനോട് സംസാരിക്കാൻ നമസ്കാരത്തിലൂടെ കൈകെട്ടുമ്പോൾ പ്രവാചകന്റെ കണ്ണുകൾ നിറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ പ്രവാചകൻ തേങ്ങിക്കരയുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഷഖീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാം, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടുണ്ട്, യുസല്ലി, ആ പ്രവാചകൻ ഇങ്ങനെ നിസ്കരിക്കുന്നതായി കാണുന്നത്, വഫീ സദ്രിഹി അസീറുൻ കഅസീരി റുഹാ മിനൽ ബുക്കാ, പ്രവാചകനിൽ നിന്നൊരു തേങ്ങല്, ആ കരച്ചിലിന്റെ ഒരു തേങ്ങൽ പ്രവാചകനിൽ നിന്ന് ഇങ്ങനെ മുഴങ്ങിക്കേട്ടിരുന്നു എന്ന് പ്രവാചകന്റെ സഹാബ അള്ളാന്റെ പ്രവാചകന്റെ നിസ്കാരത്തെ പറ്റി ഉദ്ധരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ആ സംസാരിക്കുന്നത് അള്ളാഹുവിനോടാണ്, ഓരോ കാര്യങ്ങളും ഏറ്റുപറയുന്ന അള്ളാഹുവിനോടാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്കിടയിലൂടെ കടന്നു പോകുമ്പോ അവിടെ പ്രവാചകൻ വല്ലാതെ തേങ്ങിയിരുന്നു എന്നുള്ളതും ഹദീസുകളിലൂടെ കാണാൻ സാധിക്കും. കഴിഞ്ഞ ഖുതുബയിലൂടെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്ത് യൂസുഫ് ഓതുമ്പോൾ അതിന്റെ ആയത്തുകൾക്കിടയിൽ നിസ്കാരങ്ങളിലൂടെ വല്ലാതെ തേങ്ങിയിരുന്നു എന്നുള്ളതാണ്. ആ പ്രവാചകനെ അതിലെ ഭയപ്പാടുകളാണ് പ്രവാചകന്റെ കണ്ണ് നിറച്ചത് എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിലൂടെ കാണാൻ സാധിക്കുന്നത് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയോടുകൂടെ താമസിക്കേണ്ട ദിവസമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോ പ്രവാചകനെ കാത്തിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയോട് അള്ളാന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, ആയിഷ വരീനി, എന്നെ ഒന്ന് വിട്ടതാ, ഒരല്പസമയം എനിക്കൊന്ന് തരണം. അതഅബ്ബദിൽ ലൈലത ലിറബ്ബി, അള്ളാഹ്ക്ക് വേണ്ടി ഈ രാത്രിയിലെ ഞാനൊന്ന് നമസ്കരിച്ചോട്ടെ ആയിഷ, അള്ളാഹ്ക്ക് വേണ്ടി ഞാനൊന്ന് ആരാധന ചെയ്തോട്ടെ ആയിഷ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വല്ലാഹ്, അള്ളാഹുവാണേ സത്യം, ഇന്നി ലഉഹിബ്ബു ഖുർബക്, പ്രവാചകരെ താങ്കളുടെ സാമീപ്യം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് റസൂലേ. ഓരോ ദിവസം ഓരോ ഭാര്യമാരുടെ കൂടെ ഊഴമിട്ട് കഴിയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോടുകൂടെ കടന്നു വരുമ്പോ ആയിഷ ബി പറഞ്ഞു, റസൂലേ, അങ്ങയുടെ സാമീപ്യത്തിന് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ താങ്കളുടെ സന്തോഷമാണ് എനിക്കിഷ്ടം നൽകുന്നത്. താങ്കൾക്ക് അല്ലാഹുവിനെ ആരാധിക്കണോ? എനിക്കത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അതിന് അനുവാദം നൽകുകയാണ്. അവിടെ നിന്ന് പറയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാത്രിയിലൂടെ നമസ്കരിക്കുമ്പോ പ്രവാചകന്റെ താടി നനഞ്ഞു പോയിരുന്നു, പ്രവാചകന്റെ നെഞ്ച് നനഞ്ഞു പോയിരുന്നു കണ്ണീരുകളെ കൊണ്ട്. എന്നിട്ട് ആ ഹദീസിലൂടെ കാണാം, പ്രവാചകൻ സുജൂദ് ചെയ്ത മണ്ണ് വരെ കണ്ണുനീരാൽ കുതിർന്നു പോയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്നിട്ട് അന്നിന്റെ സുബഹിന്റെ നേരത്തെ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് നമസ്കാരം കൊണ്ടുള്ള അനുവാദത്തിന് വേണ്ടി അള്ളാഹിന്റെ ഹബീബിനെ കാണാതിരിക്കുമ്പോ പ്രവാചകനെ തേടി ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ കടന്നു വരികയാണ്. അവിടെ നിന്ന് പ്രവാചകനോട് പറയുന്നുണ്ട്, റസൂലേ, കഴിഞ്ഞുപോയ കാലങ്ങൾ മുഴുവനും അങ്ങേക്ക് പൊറുക്കപ്പെട്ടവരാണ്, വരാനിരിക്കുന്ന പാപങ്ങളും അള്ളാഹു താങ്കൾക്ക് പൊറുത്തു തന്നതാണ്, എന്നിട്ടും ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ടോ റസൂലേ? അള്ളാഹിന്റെ ഹബീബ് പറയുന്നുണ്ട്, അഫലാ അകൂനു അബ്ദൻ ശുകൂറാ, അള്ളാഹ്ക്ക് നന്ദിയുള്ള അടിമയായി ഞാൻ തീരണ്ടയോ? അള്ളാഹ്ക്ക് നന്ദിയുള്ള അടിമയായി മാറണ്ടയോ? എന്നിട്ട് അവിടെ നിന്ന് പ്രവാചകൻ പറയാണ്, ഇന്നലെ എനിക്ക് അവതീർണമായ ഖുർആനിന്റെ ആയത്തുകള് വല്ലാതെ എന്നെ പിടിച്ചു കുലുക്കുന്നുണ്ട് ആയിഷ, വല്ലാതെ എന്നെ കുലുക്കിക്കളഞ്ഞു ബിലാൽ. പ്രവാചകൻ പറയാണ്, വൈലുൽ ലിമൻ ഖറാഹ വലം യതഫക്കർ ഫീഹാ, അതോതിയിട്ട് പോലും അതിനെ ചിന്തിക്കാത്തവർക്ക് നാശമാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ വല്ലാതെ കരഞ്ഞു പോയെന്നാണ്
ഏതാണ് ആയത്ത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പില് രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നതില് ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ആരാണ് ബുദ്ധിയുള്ളവരെന്നറിയുമോ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ, അവരുടെ നൃത്തത്തിലും ഇരുത്തത്തിലും, വഅലാ ജുനൂബിഹിം, അവരുടെ കിടത്തത്തിലും അവർ അല്ലാഹനെ പറ്റി ഓർക്കുന്നവരാണ്. രാവും പകലും മാറി മാറി വരുമ്പോ, അള്ളാഹുവിന്റെ സൃഷ്ടിവൈഭവങ്ങളെ കാണുമ്പോ എല്ലാ സമയവും ആ റബ്ബിനെ അവർ ഓർത്ത് അവർ ചിന്തിക്കുന്നുണ്ട്. അള്ളാഹിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിട്ടാണ്. അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു വാക്കുണ്ട്, റബ്ബന മാ ഖലഖത ഹാദാ ബാതില, ഇത് നീ വെറുതെ തന്നതല്ല റബ്ബേ, ഇത് നീ വെറുതെ സൃഷ്ടിച്ചതല്ല അല്ലാഹ്. പ്രത്യേകിച്ചൊന്നും തോന്നണില്ലാലേ. രാത്രി അള്ളാഹു വിശ്രമമാക്കി തന്നപ്പോ, പകലിനെ മഈശത്താക്കി തന്നപ്പോ, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള സൗകര്യങ്ങളെ തന്നപ്പോ, അതിനല്ലാഹ്ക്ക് വേണ്ടി നന്ദി ചെയ്യാനാണ്. നന്ദി ചെയ്തില്ലെങ്കിൽ അള്ളാഹു നരകത്തിലേക്ക് എറിയുമെന്നുള്ളത്, അള്ളാഹു നരകത്തിലേക്ക് എറിയുന്നത്. റബ്ബന ഇന്നക മൻ തുദ്ഖിലിന്നാർ ഫഖദ അഖ്സൈത, നീ നരകത്തിലേക്ക് എറിഞ്ഞാല് നിന്നിച്ചു കളഞ്ഞല്ലോ റബ്ബേ, അവിടെ സഹായിക്കാൻ ഒരാളുമില്ലാത്ത അവസ്ഥയാണ് റബ്ബേ എന്ന ആയത്തോതി അള്ളാന്റെ പ്രവാചകന്റെ രാത്രിയില് നിസ്കാരമാണ്, കരച്ചിലാണ്. പ്രവാചകന്റെ താടി നനഞ്ഞു, പ്രവാചകന്റെ നെഞ്ച് നനഞ്ഞു, നിസ്കരിച്ച മണ്ണ് പോലും നനഞ്ഞു പോയെന്നത് ഹദീസ്. അള്ളാഹ്ക്കൊരു ശുക്ർ ചെയ്യാൻ, എന്റെ അള്ളാഹ്ക്ക് നന്ദിയില്ല അടിമയാവേണ്ട ആയിഷ, നന്ദിയുള്ള അടിമയാകേണ്ട ബിലാൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയിട്ട് ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോ ബിലാൽ കരഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞുപോയി. അതോതിക്കൊടുത്ത ആയിഷ റളിയല്ലാഹു അൻഹ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹ, വല്ലാതെ അവരൊക്കെ കരഞ്ഞുപോയി എന്നാണ് ഈ ആയത്ത് കേട്ടിട്ട്. അതുകൊണ്ട് നമസ്കാരത്തിന്റെ വേളകളിൽ അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, അള്ളാഹിനെ പറ്റി ഓർക്കുമ്പോ, അവന്റെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോ അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിരുന്നു എന്നാണ്. രണ്ടാമത്തെ മേഖല, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ അള്ളാഹിന്റെ മുത്ത് റസൂൽ കരഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹിന്റെ പ്രവാചകൻ ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, അബ്ദുല്ലാഹ് എനിക്കൊന്ന് ഖുർആൻ ഓതിച്ചരോ, ഖുർആൻ ഓതിച്ചരോ. റഅബതി അൻ അസ്മഅഹു മിൻ ഗൈരി, റസൂൽ അങ്ങേക്ക് ഞാൻ ഓതിത്തരണോ? ഖുർആൻ ഇറങ്ങിയതേ അങ്ങേക്ക്, എനിക്ക് മറ്റൊരാളിൽ നിന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് അബ്ദുല്ലാഹ്. അദ്ദേഹം പറയും, ഓതി ഓതി ഞാൻ ഇതുവരെ വെച്ചുമ്പോ വല്ലാത്തൊരു തേങ്ങൽ കേട്ടുകൊണ്ട് എന്റെ തല ഞാൻ ഉയർത്തി നോക്കുമ്പോ ഫഇദാ ഐനാഹു തദ്രിഫാൻ, റസൂലുള്ളാഹിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊലിക്കുന്നതായിട്ടാണ് കണ്ടത്. അവിടുന്ന് കരഞ്ഞിട്ട് പറയാണ്, നിർത്തണേ അബ്ദുല്ലാഹ്. ഏതാണ് ആയത്തെന്നറിയോ? ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഓരോ സമുദായത്തിനും സാക്ഷികളായി അവരുടെ പ്രവാചകന്മാരെ കൊണ്ടുവരുമ്പോ നബിയേ, അങ്ങയുടെ ഉമ്മത്തിന്റെ സാക്ഷിയായി അങ്ങയെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന റബ്ബിന്റെ ചോദ്യത്തിന് മുമ്പില് അള്ളാന്റെ ഹബീബ് തകർന്നു പോയെന്നാണ്, അള്ളാന്റെ ഹബീബ് തളർന്നു പോയെന്നാണ്. റസൂലുള്ളാഹിനെ വിചാരണക്ക് വേണ്ടി കൊണ്ടുവന്നാൽ തന്റെ പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വത്തില് നിങ്ങൾ നോക്ക്, അറഫയുടെ മൈതാനിയില് ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളോട് അലാ ഹൽ ബല്ലഅതുക്കും, നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നില്ലേ? അവരൊരേ സ്വരത്തിൽ പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്, അതേ പ്രവാചകരെ എത്തിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിനെ സാക്ഷി നിർത്തി അന്ന് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്കുണ്ട്, അല്ലാഹുമ്മ ഷ്ഹദ്, നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണല്ലോ. തന്റെ ഉത്തരവാദിത്വത്തിന് 100% നിർവഹിച്ചിട്ടും നാളെ അള്ളാന്റെ കോടതിയില് മുഹമ്മദ് എന്ന പ്രവാചകനെ കൊണ്ടുവരുമ്പോ അള്ളാഹു സാക്ഷിയായി വിസ്തരിക്കുമ്പോ അതിനെന്ത് മറുപടി പറയുമെന്ന വേദന അള്ളാന്റെ ഹബീബിനെ തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കാൻ, ആരാധനകളെ നിർവഹിക്കാൻ ഈ ശരീരം അള്ളാന്റെ മുമ്പിൽ ഹിസാബിന് പോയി നിൽക്കുമ്പോ 60, 70, 80 ആയുസ്സുകളിലൂടെ ചെയ്ത് നന്മകൾ അല്ലാഹു ചോദിക്കുമ്പോ
തിന്മകളെ അല്ലാഹു ചോദിക്കുമ്പോ അതിന് ഈ ശരീരം തന്നെ പച്ചയായി സാക്ഷിയായി അള്ളാന്റെ മുമ്പേ വിസ്താരണം കൊടുക്കുമ്പോ എന്ത് പറയണം? എന്റെ അവസ്ഥ എന്താണ്? എന്റെ സാഹചര്യം എന്താണ്? കണ്ണു നിറയാൻ നമ്മളെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് അള്ളാന്റെ മുത്ത് റസൂൽ കരഞ്ഞു പോയിട്ടുണ്ടെന്നാണ്. മറ്റൊന്ന്, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന്റെ കാര്യത്തില് അള്ളാന്റെ മുത്ത് റസൂൽ വല്ലാതെ കരഞ്ഞിട്ടുണ്ട്. ബദറിന്റെ തലേരാത്രിയാണ്. ബദറിന്റെ തലേരാത്രിയാണ്. 3 ഇരട്ടി വരുന്ന ശത്രുസേന, സുസജ്ജരായി നിൽക്കുന്ന 1000-ഓളം വരുന്ന പട്ടാളങ്ങള് 17 ഒട്ടകങ്ങൾ അവരെ അറുത്തിട്ടാണ് അതുവരെയുള്ള ദിവസങ്ങളിൽ അവര് ഭക്ഷണം കഴിച്ചത് എന്ന്. കാരക്കയുടെ ചീളുകൾ മാത്രം വായിൽ വെച്ച് മധുരം നുകർന്ന് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട വർഷത്തില് തന്റെ അനുചരന്മാരെയും കൊണ്ട് 3-ൽ ഒരാൾക്ക് മാത്രം ഒട്ടകങ്ങളായി, കാൽനടകളായി, ഒട്ടകങ്ങളായി നടന്നവശരായി ബദറിന്റെ രണഭൂമിയില് ടെന്റടിക്കുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളുടെ കയ്യിൽ ഒരേ ഒരു കുതിരപ്പടയാളി, അത് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. ഒരേ ഒരു കുതിരപ്പടയാളിയാണ്. ബദറിന്റെ തലേരാത്രി ഇത് യുഅശീകുമുൻ നുആസ അമന, നിർഭയത്വത്തോടുകൂടെ അല്ലാഹു മുഴുവൻ ആളുകളെയും ഉറക്കി കിടത്തുമ്പോ ഉറങ്ങാത്ത ഒരേ ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുത്തനബി ഉറങ്ങണില്ല, മുത്ത റസൂൽ ഉറങ്ങണില്ല. അലി റളിയല്ലാഹു അൻഹു പറയാണ്, കണ്ണുമിടിക്കുമ്പോ മരത്തിന്റെ താഴെ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാണ്. സുദീർഘമായ നിസ്കാരങ്ങളാണ്. തന്റെ കക്ഷത്തിന്റെ വെള്ള കാണുമാറ് ഇരുക്കരങ്ങളും അള്ളാഹുവിലേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് അല്ലാഹുമ്മയും തുഹ്ലിക ഹാദിഹിൽ ഇസാബ, അല്ലാഹുവേ ഈ ചെറുസംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഭാര്യമാര് വിധവകളാകുമോ, മക്കൾ യതീമുകളാകുമോ, കൊച്ചു മദീനയുടെ ഭരണം ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ? ഒരു വേദനയും അവരുടെ മനസ്സിൽ അലട്ടിയിട്ടില്ല. ലം തുഅബദ അബദ, നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാഹ്. നിന്റെ തൗഹീദിന്, നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലനിർത്താൻ ആരുമുണ്ടാവില്ല റബ്ബേ എന്ന് പറഞ്ഞ് അള്ളാന്റെ ഹബീബ് പൊട്ടിക്കരഞ്ഞിരുന്നു എന്നുള്ളത് ഹദീസാണ്, ചരിത്രമാണ്, പ്രവാചകന്റെ ജീവിതമാണ്. അതിന് മുത്തുനബി കരഞ്ഞു. നിനക്കറിയോ, പട്ടിണി കിടന്നിട്ടുണ്ട് റസൂലുള്ളാഹ്. അതിന്റെ പേരിൽ കരഞ്ഞിട്ടില്ല, അതിന്റെ പേരിൽ കരഞ്ഞിട്ടില്ല. ഒക്കെ ഒന്നും കിട്ടാതെ റസൂലുള്ളാഹിന്റെ വീട്ടിലെ 3 മാസം ഭക്ഷണമില്ലാതെ, നമ്മുടെ വീട്ടിലെ ജസ്റ്റ് ഒരു നേരത്തെ വെക്കാനുള്ള അരിയില്ലെങ്കിലേ ഗൃഹനാഥന്റെ മനസ്സെന്താവും? പാറ പോലെ ബോൾഡായിട്ട് നിൽക്കണം നമ്മള്. ഒരു മൂലക്കിരുന്ന് ചിലപ്പോ കണ്ണ് നനഞ്ഞേക്കാം. പക്ഷെ നിങ്ങൾക്കറിയോ, അള്ളാന്റെ ഹബീബിന്റെ വീട്ടിൽ 3 മാസമാണ് ഭക്ഷണം ഇല്ലാതിരുന്നത്. അതിന്റെ പേരിൽ പ്രവാചകൻ കരഞ്ഞിട്ടില്ല. മക്കൾ ആശിച്ച് മോഹിച്ച് കഴിച്ച ഒരു കാരക്ക തന്നയുടെ അധീനതയിൽപ്പെട്ടതല്ല എന്ന് കണ്ടപ്പോ മകന്റെ വായിൽ നിന്നത് എടുത്തു വെക്കുമ്പോഴും അള്ളാന്റെ ഹബീബ് അതിന്റെ പേരിൽ കരഞ്ഞിട്ടില്ല. ഒരുപാട് വേദനകളും യാതനകളും തിന്നപ്പോഴും കരഞ്ഞിട്ടില്ല. പക്ഷെ കരഞ്ഞ സന്ദർഭങ്ങൾ നോക്ക്. ഉമ്മച്ചിന് വേണ്ടി, തൗഹീദിന് വേണ്ടി, അള്ളാന്റെ ഹിസാബിന് വേണ്ടി, വിചാരണയുടെ രംഗത്തിനു വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കാണാം, സ്വന്തം ഉമ്മാന്റെ കബറിന്റെ ചാരെ അള്ളാന്റെ ഹബീബ് കരഞ്ഞു. സ്വഹീഹ് മുസ്ലിമാണ്. ഇത് പറയാൻ, ഇത് കേൾക്കാൻ നമ്മളുടെ ഉള്ളിൽ ചിലപ്പോൾ കരുത്തുണ്ടായിക്കൊള്ളുന്നില്ല. സ്വന്തം ഉമ്മാന്റെ കബറിന്റെ അടുക്കെ അള്ളാന്റെ ഹബീബ് കരഞ്ഞൊരു രംഗമുണ്ട്. അതെന്താണെന്നറിയോ? ഇത് പറയുമ്പോൾ എനിക്ക് വളരെ പ്രയാസമുണ്ട്. ഞാൻ ആലോചിച്ചു പോയത്, എൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാൻ എത്ര ഉരുകിയിട്ടുണ്ടാകുമെന്നുള്ളതാണ്. നബീനെ പറ്റി പറയാണ്, സാറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറ ഉമ്മി, ഉമ്മാന്റെ ഖബർ അള്ളാന്റെ ഹബീബ് വന്ന് സന്ദർശിക്കാൻ. സബക, അള്ളാന്റെ ഹബീബ് വല്ലാതെ കരഞ്ഞു. വഅബ്കാ മൻ ഹൗല, ആ റസൂലുള്ള കരയുന്ന കണ്ടപ്പോ കൂടെയുള്ളവരെ മുഴുവനും അത് വല്ലാതെ കരയിച്ചു കളഞ്ഞു. ഞാൻ ഫഖാല, എന്നിട്ട് റസൂല് പറഞ്ഞൊരു വാക്കുണ്ട്, ഇസ്തഅദൻതു റബ്ബി, എന്റെ അള്ളാഹിനോട് ഞാൻ അനുവാദം ചോദിച്ചത്, ഫീ അൻ അസ്തഗ്ഫിറ ലഹാ, എന്റെ ഉമ്മാക്ക് വേണ്ടി ഒന്ന് പൊറുക്കലിനെ തേടാൻ ഞാൻ അള്ളാഹിനോട് അനുവാദം ചോദിച്ചപ്പോ,
ഫലം യുഅ്ദൻ ലീ, അല്ല എനിക്ക് അനുവാദം തന്നില്ല, അല്ല എനിക്ക് അനുവാദം തന്നില്ല. വസ്തഅ്ദൻതുഹു ഫി അൻ നസൂറ ഖബരിഹാ, ഉമ്മാന്റെ ഖബറൊന്ന് ഞാൻ കണ്ടോട്ടെ, ആ ഖബറിനെ ഞാനൊന്ന് സിയാറത്ത് ചെയ്തോട്ടെ. ഫഉദിന ലീ, അതിനാണ് അല്ലാഹു എനിക്ക് അനുവാദം തന്നത്. ഖബർ കണ്ടോളാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ ഉമ്മാക്ക് പൊറുക്കലിനെ തേടാൻ അല്ലാഹു അനുവാദം തന്നില്ല. ഒന്നുമില്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളോടുള്ള ഏറ്റവും വലിയ കടമെന്താണെന്നറിയോ? റസൂൽ പറഞ്ഞത് വസ്സലാത്തു അലൈഹിമ, അവരുടെ മേലെ നിസ്കരിക്കല. ഉമ്മാന്റെ ബാപ്പാന്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു, എൻ്റെ ബാപ്പാക്ക് പൊറിച്ചു കൊടുക്കല്ല, എൻ്റെ ഉമ്മാക്ക് പൊറിച്ചു കൊടുക്കല്ല, ഉമ്മാക്ക് കരുണ ചെയ്യല്ല. ഇത് പറയാൻ അല്ലാഹു ഒരു മകനെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വേദന എത്ര വലുതാണ്. ഒരു മകനല്ല അനുവാദം കൊടുത്തിട്ടില്ലെങ്കിൽ അതാരാ പറയണേ? അള്ളാന്റെ മുത്ത റസൂലാണ്, അള്ളാന്റെ മുത്ത റസൂലാണ്. എന്തുകൊണ്ടെന്നറിയോ? നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഹൈന്ദവന്റെ ക്രൈസ്തവന്റെ ആരുടെ മരണ വാർത്ത വന്നാലും പറയേണ്ട ഒരു വാക്കുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്ക് സംശയമാണ്, ഹിന്ദുവിന്റെ പറഞ്ഞ കേൾക്കണോ, മുസ്ലിമിന്റെ പറഞ്ഞ പറയണോ? പറയണം. പക്ഷേ മുസ്ലിമിന് മാത്രം പറയേണ്ട ഒന്നുണ്ട്, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു. പൊറുക്കലിനെ തേടാൻ മുഅ്മിന് മാത്രമേ പാടുള്ളൂ, അമുസ്ലിങ്ങൾക്ക് പാടില്ല. എന്തുകൊണ്ടാണ്? അവർ മുഅ്മിനല്ല. വിശ്വാസികൾക്ക് വേണ്ടി പറയാം. നേരം ഒരു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ള നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താനുള്ള, മനുഷ്യനാവട്ടെ നമ്മൾ പെറ്റിയായി വളർത്തുന്ന ഒരു മൃഗം മരിച്ചാലും പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പക്ഷെ പൊറുക്കലിനെ തേടാൻ അനുവാദം കൊടുക്കുന്നത് മുഅ്മിനല്ലാത്തത് കൊണ്ടാണ്. ഈ ഹദീസ് ഇമാമുസുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദ്ഹബിലെ രണ്ടാം ഇമാമാണ്. അദ്ദേഹം ആ ഹദീസിന്റെ തെളിവുദ്ധരിച്ച് എന്തിനെന്നറിയോ? അമുസ്ലിമീങ്ങളുടെ കാഫിരീങ്ങളുടെ ഖബർ സന്ദർശിക്കാമെന്നുള്ളതിന് തെളിവായിട്ടാണ് അള്ളാന്റെ റസൂൽ ഉമ്മാന്റെ ഖബർ സന്ദർശിച്ചത്. പലരും അറിയാതെ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. റസൂല് പറഞ്ഞ വാക്കാണ്, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടിക്കോട്ടെ എന്ന് ഞാൻ അള്ളാഹിനോട് ചോദിച്ചു. പക്ഷേ അള്ളാഹ് അനുവാദം തന്നില്ല, അള്ളാഹ് അനുവാദം തന്നില്ല. ഏതെങ്കിലും ഹദീസ് എടുത്ത് കൊണ്ടുവരില്ല, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹാണ്, സ്വഹീഹാണ്. ഇത് പറയാൻ നമുക്ക് കഴിയണില്ലെങ്കിൽ അള്ളാന്റെ ഹബീബ് പറയുമ്പോ, അള്ളാന്റെ മുത്ത റസൂല് പറയുമ്പോ എത്ര വേദനിച്ചിട്ടുണ്ടാകും. സ്വന്തം ഉമ്മാനെ പറ്റി, സ്വന്തം ബാപ്പാവിനെ പറ്റി അവർക്ക് പൊറുക്കലിനെ തേടാൻ അള്ളാഹു എനിക്ക് അനുവാദം തന്നിട്ടില്ല. അള്ളാന്റെ റസൂല് കരഞ്ഞു, വല്ലാതെ തേങ്ങി തേങ്ങി കരഞ്ഞു. പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബ വല്ലാതെ കരഞ്ഞു. ഒരുപക്ഷെ വലിയ ധൈര്യശാലിയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തേങ്ങിക്കരഞ്ഞ് നിമിഷങ്ങളായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചു തരുമ്പോ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താണെന്നറിയോ? കൂടെ രക്ഷപ്പെടാൻ ആലോചിക്കേണ്ടത് ഉമ്മാനെയാണ്, ബാപ്പാനെയാണ്, ഭാര്യയാണ്, മക്കളെയാണ്. നാളെ പരലോകത്ത് അല്ലാഹുവേ, എന്റെ ബാപ്പാന് നരകത്തിലിട്ടാലും വേണ്ടില്ല, എന്റെ ഉമ്മാന് നരകത്തിലിട്ടാലും വേണ്ടില്ല, എന്നെയൊന്ന് രക്ഷിക്കുമോ എന്ന് വിലപിക്കുന്ന മക്കൾ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ എന്റെ മക്കളെ നരകത്തിലെറിഞ്ഞാലും എന്നെയൊന്ന് രക്ഷിക്കുമോ എന്ന് ചോദിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകരുത്. കുടുംബത്തോടെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകാൻ അതിലൊരിക്കലും ഒരു വിട്ടുവീഴ്ചയില്ലാതെ, പ്രിയമുള്ളവരെ, കുടുംബത്തോടെ സ്വർഗത്തിലേക്കെന്ന സ്വപ്നമാണ്, അതിനുള്ള അധ്വാനമാണ്. ഈമാനിൽ തകരാറ് പറ്റിയാൽ, അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെ മാത്രമല്ല പറഞ്ഞ, ഹദീസിൽ മാത്രമല്ല. ഇബ്രാഹിം നബിയുടെ വിഷയത്തിൽ വാപ്പാനെ മുന്നിൽ വെച്ചിട്ട് അല്ലാഹു പറഞ്ഞു ആസറിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം, യൽഖാ ഇബ്രാഹിം ആസറ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആസറിനെ, സ്വന്തം വാപ്പാനെ ഇബ്രാഹിം നബി കാണുമ്പോ അന്ന് ഇബ്രാഹിം നബിയോട് വാപ്പ കരയാണ്, മോനെ ഇന്ന് എന്ത് പറഞ്ഞാലും അൽ യൗമ ലാ ഉസീഖ്, നിന്നോട് ഞാൻ എതിര് പറയില്ല, മുഴുവൻ ഞാൻ കേട്ടോളാം. അള്ളാഹിനോട് പറയും, അല്ലാ പരലോകത്ത് എന്നെ നിന്ദിക്കില്ല എന്ന് വാക്ക് പറഞ്ഞവനാണ്.
എന്റെ ബാപ്പയാണ്. അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം അറിവില്ലാത്ത വിഷയത്തിൽ സംസാരിക്കണ്ട, അവർക്ക് ഞാൻ സ്വർഗം നിഷിദ്ധമാക്കിയതാണ്. ഒരു നബിക്കും ഒരാളെയും. ആലോചിച്ചോ നിങ്ങൾ, നൂഹ് നബി അലൈഹിസ്സലാമിന് ഭാര്യയെ മകനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഖുർആൻ. ആസിയ ബീവിക്ക് ഭർത്താവ് ഫിർഔനിനെ രക്ഷിക്കാൻ കഴിയില്ല എന്നല്ലാഹുവിന്റെ ഖുർആൻ. ലൂത്ത് നബിക്ക് ഭാര്യയെ രക്ഷിക്കാൻ കഴിയില്ല എന്നല്ലാഹുവിന്റെ ഖുർആൻ. സൂറത്തു തഹ്രീമാണ്. അതുകൊണ്ട് ദുനിയാവിൽ തൗഹീദ് ഉണ്ടായി, ആദർശമുണ്ടായി. അല്ലാഹുവിന്റെ ഹബീബ് വല്ലാതെ കരഞ്ഞ സന്ദർഭം എന്ന് പഠിപ്പിക്കുന്നത്. മറ്റൊന്ന് മരണത്തിന്റെ വേളകളിലാണ്. ആ സന്ദർഭങ്ങളിലൂടെ കണ്ണ് നിറയൽ കാരുണ്യമാണ്. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ആൺകുട്ടികൾ ഓരോന്നായി ഇവിടെ പറഞ്ഞു. അവസാനം മാരിയത്തുൽ ഖിബ്തിയയിലുണ്ടായിരുന്ന ആകെയുള്ള ഒരേ ഒരു ആൺതരി ഇബ്രാഹിം ലോകത്തോട് വിട പറഞ്ഞ സന്ദർഭം. മുത്തനബിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു. മോനെ ഇബ്രാഹിം, നിന്റെ മരണത്തിൽ എനിക്ക് ദുഃഖമുണ്ട്, പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് ഞാൻ പറയില്ല എന്ന് റസൂലുള്ള പറഞ്ഞു. പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറയുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ഇന്നൽ ഐന തദ്മിഅ, കണ്ണുകളെ കണ്ണീര് പൊഴിക്കും, വൽ ഖൽബ യഹ്സുനു, ഹൃദയം വല്ലാതെ സങ്കടപ്പെടും, വലാ നഖൂല ഇല്ലാ മാ യർള റബ്ബുനാ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് ഞാൻ പറയില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് ഞാൻ പറയില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് റസൂലുള്ളാഹി കരഞ്ഞിട്ടുണ്ട്. മകളുടെ മകൻ മരണത്തിന്റെ അവസാന രംഗത്ത് റസൂലുള്ളാഹിനെ വിളിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് മോളോട് സമാധാനിപ്പിച്ചു, ഇന്ന ലില്ലാഹി മാ അഖദ, പടച്ചോനെടുത്ത് അള്ളാഹ്ക്കുള്ളതാണ്. ആ മോന്റെ ഒടുക്കത്തെ പടച്ചിൽ കണ്ട പ്രവാചകന്റെ കണ്ണ് നിറയുമ്പോ സഹാബത്ത് ചോദിക്കുന്ന, റസൂൽ അങ്ങ് കരയുന്നുണ്ടല്ലോ. റസൂല് പറയാണ്, ഇന്നഹാ റഹ്മ ജഅലല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി, അള്ളാന്റെ അടിമകൾക്ക് അല്ലാഹു തന്ന കാരുണ്യമാണ് കണ്ണുനീര്. ആ കണ്ണീരുണ്ടാകേണ്ടത് കാരുണ്യമാണ്. അള്ളാന്റെ ഹബീബ് കരയുന്നുണ്ട്. ഉസ്മാൻ ബിൻ മസ്ഊൻ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോഴും കരഞ്ഞു. സാന്ദർഭികമായിട്ടൊരു പാഠം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ കുറെ സിദ്ധന്മാരുടെ കറാമത്ത് എന്തെന്നറിയും. മരിച്ചുപോയവരൊക്കെ ജീവിപ്പിക്കാം. ഭാര്യയോട് പോന്നോന്ന് പറഞ്ഞു. മോൻ മരിച്ചോന്ന് പറഞ്ഞപ്പോ, നീ മരിക്കാനായിട്ടില്ല, ഇങ്ങോട്ട് പോന്നോന്ന് പറഞ്ഞു. മുരീദ് മരിക്കുമ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മോർച്ചറി കയറിയിട്ട് എണീറ്റ് വാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. അങ്ങനെ കറാമത്തുകളുടെ കള്ളക്കഥകൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാന്റെ ഹബീബിനെക്കാളും വലിയൊരു മഹാനില്ല, അള്ളാന്റെ മുത്ത് റസൂലിനെക്കാളും വലിയ സേട്ടനില്ല. ഓരോ മക്കൾ ഒന്നൊന്നായി മരിക്കുമ്പോ അതിന്റെ പേരിൽ മകൻ ഇബ്രാഹിം മരിച്ചപ്പോ യാദൃശ്ചികത പോലെ ഗ്രഹണമുണ്ടായപ്പോ ആളുകളൊക്കെ പറഞ്ഞു, പ്രവാചക പുത്രന്റെ മരണത്തിൽ പ്രകൃതിയുടെ അനുശോചനമാണ്. ഏതൊരു നേതാവിനും ദുരുപയോഗം ചെയ്യാം. അള്ളാന്റെ ഹബീബ് മിമ്പറിലേക്ക് ഓടിക്കയറി, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാ, സൂര്യനും ചന്ദ്രനും അള്ളാന്റെ ദൃഷ്ടാന്തമാണ്. ആരുടെ ജനനമായിട്ടോ മരണമായിട്ടോ അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വേണ്ടപ്പെട്ടവരോടൊക്കെ എണീക്കാൻ. മോനെ ഇബ്രാഹിമേ, ആ മോന് മരിച്ച മോന്റെ ജനാദ മടിച്ചട്ടിൽ വെച്ചിരിക്കുമ്പോഴാണ് ആളുകൾ വിളിച്ചു പറഞ്ഞത്, ബിത്തുർ മുഹമ്മദ്, വാല് മുറിഞ്ഞില്ലേ മുഹമ്മദേ, പരമ്പര മുറിഞ്ഞില്ലേ, ആൺമക്കളില്ലല്ലോ എന്ന് പറയുമ്പോ അല്ലാഹു സമാധാനിപ്പിച്ച്, ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ, അവരാ വാലറ്റവരെന്ന്. മോനെ ഇബ്രാഹിം, ഒന്ന് എണീക്ക് മോനെ ഇബ്രാഹിം, വാപ്പാനെ പരിഹസിക്കുന്നത് കണ്ടില്ലേ? അള്ളാന്റെ മുത്ത് റസൂല് പറഞ്ഞിട്ടില്ല. മകളുടെ മകൻ ലോകത്തോട് വിട പറയുമ്പോ ഒന്നെണീക്ക് മോനെ എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് 6 മാസം കഴിഞ്ഞു. പ്രവാചകന്റെ മോൾ സൈനബ് ലോകത്തോട് വിട പറയാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ മറക്ക് പിന്നില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിതാവ് നടക്കാണ്. എന്റെ സൈനബിനെ ഒറ്റയായി കുളിപ്പിക്കണേ, എന്റെ സൈനബിനെ താഴെ ഉപയോഗിക്കണേ, മോളെ സൈനബേ എണീറ്റുവാ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു മാജിക്കും മായാജാലവും നടത്തിയിട്ടില്ല. എന്നിട്ടാണ് ഇല്ലാത്ത കറാമത്തുകൾ ഇതിന്റെ പേരിൽ പറയുന്നവർ. ആലോചിക്കണ്ടേ? അള്ളാന്റെ ഹബീബ് കരഞ്ഞുപോയി. മരണങ്ങളിലൂടെ കരയണം.
കണ്ണീര് പൊഴിക്കണം. പക്ഷെ വാവിട്ട് നിലവിളിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു സന്ദർഭം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാന്റെ ഹബീബ് ഖബറിന്റെ ചാരെ വല്ലാതെ കരഞ്ഞു പോയിട്ടുണ്ട്. ഖബർ റസൂലുള്ളാഹിക്ക് സ്വർഗപൂരിതമല്ലേ, സ്വർഗത്തിലേക്കുള്ള കൊട്ടാരത്തിലേക്കുള്ള യാത്രയല്ലേ. പക്ഷെ അവിടുന്ന് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ജനാസ അടക്കം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഖബറിന്റെ ഓരത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് കരയുന്നുണ്ട്. അവിടുത്തെ മണ്ണ് നനയുവോളം പ്രവാചകന്റെ കണ്ണീർച്ചു വീണു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, യാ ഇഖ്വാനീ, എന്റെ സഹോദരങ്ങളെ, ലിമിസിലി ഹാദാ, ഇതുപോലൊന്ന് നിങ്ങൾക്കുമുള്ളതാണ്, ഇതുപോലൊന്ന് ഇനിയും നമുക്ക് വരാനുള്ളതാണെങ്കിൽ ഫഅഇദൂ, അതിനു വേണ്ടി തയ്യാറെടുക്കണേ. നമുക്ക് വരാനുള്ളതാണ്, ഈ ഖബർ വരാനുള്ളതാണ്, അതിനു വേണ്ടി ഒന്ന് തയ്യാറെടുക്കണം. നമ്മൾ കരുതിയോ, ഒരുങ്ങിയോ? ഖബറിക്കുള്ള അമലുണ്ടോ കയ്യിലെ? നാളെയുടെ അവസ്ഥ എന്താന്ന് പറയാൻ കഴിയില്ല. ഇന്ന് ഖുതുബയിലെ നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റിരിക്കുമ്പോൾ മലേഷ്യയിലെ നമ്മുടെ ഒരു സഹോദരന്റെ ജനാസ ഉണ്ട് അവിടെ. അള്ളാഹു അദ്ദേഹത്തിന് മഅഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പക്ഷെ നാളെ നാട്ടിൽ വെച്ചുള്ളൂ, മയ്യത്ത് അവിടെയാണ്. മറ്റൊരു സഹോദരനെ ഖത്തറിൽ മറവ് ചെയ്തു. അള്ളാഹു അവരൊക്കെ നമ്മളുടെ കൂട്ടായ്മയിലും ഒരുപക്ഷെ ദേവാരംഗത്ത് ഖത്തറിലുള്ള സഹോദരൻ ഒരുപാട് കാലം ഈ പ്രബോധന്റെ രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ്. മറവ് ചെയ്യപ്പെട്ട അള്ളാഹു അദ്ദേഹത്തിനും മഅഫറത്തും മർഹമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. ഇന്ന് വൈകുന്നേരമാണ് ഖബറിലേക്കുള്ള യാത്രയെങ്കിലേ ഗൾഫ് പോയി സമ്പാദിക്കും, നാട്ടിൽ നല്ല വീട് വെക്കാനാണ്, ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ നമ്മൾ കരുതും. ഏതോ ഒരു ദിവസം ഇട്ടെറിഞ്ഞു പോണതിന് വേണ്ടിയൊക്കെ നമ്മൾ അധ്വാനിച്ചു. എന്നും പോകേണ്ട പരലോകത്ത് സ്വർഗത്തിലൊരു വീട്, അതിനിടയിലുള്ള ബർസഖിൽ കഴിയേണ്ടുന്ന ഖിയാമത്ത് നാൾ വരെ കഴിയേണ്ടുന്ന ഖബറിനൊരു സ്വർഗതുല്യമാക്കാൻ കയ്യിലെന്തുണ്ട്? എന്തെങ്കിലും ചെയ്തോ? എൻ്റെ അവസ്ഥ എന്താണ്? ഇത് ചിന്തിക്കാൻ, അതിൻ്റെ പേരിൽ എല്ലാം സ്വരൂപിച്ചിട്ട് പോലും അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിരുന്നു എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന ഉൾക്കൊണ്ട് തസ്കിയത്തോടെ ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد، اتقوا الله يا عباد الله. നമ്മൾ പറഞ്ഞു വന്ന വിഷയം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ ചില സന്ദർഭങ്ങളാണ്. അതിലേറെ ശ്രദ്ധേയമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് വല്ലാതെ കരഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഉമ്മത്തിന് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരൊക്കെ വഴിതെറ്റിപ്പോയ രംഗവും അവരിൽ നിന്ന് എന്നെ പിന്തുടരുന്നവരെ രക്ഷപ്പെടുത്താനുള്ള സാഹചര്യങ്ങളും ആയത്ത് റസൂലുള്ളാഹി ഓതി. ഈസാ നബി തന്നെ ക്രൂശിക്കുന്ന, തനിക്കെതിരെ അക്രമങ്ങൾ അടിച്ചുവിടുന്ന ജനതയ്ക്ക് വേണ്ടി പടച്ചവനോട് പറയുന്ന രംഗമോദി. ഈ രണ്ടായത്തും അല്ലാഹുവിന്റെ റസൂൽ ഓതിയിട്ട് വറഫഅയദൈ, പ്രവാചകന്റെ കൈകൾ ഇങ്ങനെ ഉയർച്ചാണ്. അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ കരയാണ്. പക്ഷെ റസൂൽ ഒരു വാക്കേ ആവർത്തിക്കുന്നുള്ളൂ, അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി. അല്ലാഹുവേ, എന്റെ സമുദായം, എന്റെ സമുദായം. അല്ലാഹു തആല കരച്ചിൽ കേട്ടിട്ട് ജിബ്രീലിനോട് പറയുന്നുണ്ട്, ജിബ്രീലേ, അതെന്തിനാന്ന് എനിക്കറിയാം, എന്നാലും ജിബ്രീലേ ചോദിക്ക, എന്തിനാണ് എന്റെ പ്രവാചകൻ കരയണത്? ജിബ്രീലിനെ പറഞ്ഞു വിട്ടു. ജിബ്രീൽ റസൂലുള്ളാഹിനോട് പറയാൻ, അല്ലാഹ് അയച്ചതാണ്, അല്ലാഹ്ക്കറിയാം താങ്കൾ എന്തിന് കരഞ്ഞു എന്നുള്ളത്. പക്ഷെ അവിടെ സമാധാനിപ്പിക്കാൻ, എന്റെ ഉമ്മത്തിന് വേണ്ടി അങ്ങയെ പിന്തുടരുന്നവർക്ക് അള്ളാഹിന്റെ രക്ഷയുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കാൻ മുത്തുനബി മരിക്കണ നേരത്ത് കൂടെയുള്ള പേരക്കുട്ടികളെ വിളിച്ചിട്ടില്ല.
ഭാര്യമാരെ വിളിച്ചിട്ടില്ല, അവിടെയുള്ള ആളുകളെ വിളിച്ചില്ല. പക്ഷെ നമ്മളെ വിളിച്ചു ഉമ്മത്തി, എന്റെ സമുദായങ്ങളെ. അത്ര സ്നേഹം റസൂലുള്ളാഹിക്ക് ഇഷ്ടം, അത്യാഗ്രഹം ഉണ്ടായിരുന്നു. ദുനിയാവിനോടല്ല, സമ്പത്തിനോടല്ല. ഹരീസുൻ അലൈക്കും, നിങ്ങളോട്, ഉമ്മത്തിനോട്. സിറാത്ത് പാലത്തിലൂടെ ആദ്യം കടന്ന് നേരെ സ്വർഗത്തിലേക്ക് പോകാനല്ല, അതിന്റെ അഗ്രഭാഗത്ത് അല്ലാഹുവിന്റെ ഹബീബ് കാത്തിരിക്കുകയാണ്. മുട്ടിലഴയുന്നവർ, വയറിലഴയുന്നവർ, കൊളുത്തുകളെ കൊണ്ട് വലിക്കപ്പെടുന്നവർ, ആ സമയത്ത് ഒരൊറ്റ വാക്ക് അല്ലാഹുവിന്റെ ഹബീബ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, റബ്ബി സല്ലിം, റബ്ബി സല്ലിം, റബ്ബി സല്ലിം. രക്ഷിക്കല്ലാഹ്, രക്ഷിക്കല്ലാഹ്, എന്റെ ഉമ്മത്തിനെ രക്ഷിക്കല്ലാഹ് എന്ന് റബ്ബിനോട് പറയുന്ന അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഇഷ്ടമുണ്ട് നമ്മളോട്. ആ മുത്തുനബിയെ സ്നേഹിക്കാൻ, ആ റസൂലുള്ളാഹിന്റെ പാത സ്വീകരിക്കാൻ, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ഹൃദയം തട്ടി പറയാൻ നമ്മളെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹു പരലോക വിജയം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഖുതുബയിലും ഇന്നുമായി നമ്മൾ പറഞ്ഞ വിഷയം ജീവിതത്തിലൂടെ ഉൾക്കൊള്ളാൻ, അള്ളാഹിനെ ഓർച്ച് കരയാൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ ഈ സന്ദർഭങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്കും, അവരൊക്കെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണ് എന്ന ഒരു ചിന്താഗതിയെങ്കിലും നമ്മുടെ മനസ്സിലൂടെ കടന്നു വരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മലേഷ്യയിലും ഖത്തറിലുമായി വിട പറഞ്ഞ നമ്മളുടെ സഹോദരന്മാർ, അള്ളാഹുവേ മഅഫറത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ലോകത്തിന്റെ പ്രയാസങ്ങളിലൂടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാം അറിയുന്ന റബ്ബേ, ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിലെ ഒരു മസ്ജിദിന് വേണ്ടി ഒരു സാമ്പത്തികമായ കളക്ഷൻ ഉണ്ടാവും. നിലമ്പൂരിനപ്പുറം എടക്കര എന്ന പ്രദേശത്തിന്റെ ഉൾഗ്രാമത്തിൽ, ഉക്കടത്തിന്റെ പ്രദേശങ്ങളിൽ ഒരു പള്ളി, ഒരു ദരിദ്രമായ ഒരു പ്രദേശത്ത് ഇൻഷാ അല്ലാഹ്, നമുക്കറിയാം ഒരുപാട് റബ്ബറുകളും ഒക്കെ തിങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശങ്ങളാണ്. അവിടേക്കൊരു പള്ളി, അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച ഒരു സ്വതക്ക ഞാൻ ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടെ നമ്മളൊക്കെ പള്ളിയിലേക്ക് കടന്നു വരണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പരലോക വിജയം തന്നെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفاه وفي غزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.